ഹലോ, ഇന്ന് നമ്മൾ മലയാളികൾക്കൊക്കെ ഇഷ്ടമുള്ള ചക്കപ്പുഴുക്കാണ് റെഡിയാക്കുന്നത്. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാനിവിടെ ചക്കയൊക്കെ വൃത്തിയാക്കി അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇതുപോലെ നീട്ടത്തിലാണ് അരിഞ്ഞെടുത്തിരിക്കുന്നത്. ഇതിപ്പോൾ ഏകദേശം ഒരു 6 കപ്പോളം ഉണ്ടാവും. പിന്നെ ഇതിലേക്ക് തന്നെ 7-8 ചക്കക്കുരു അതും ഇതുപോലെ നീളത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഇനി ഇത് വേവാൻ ആവശ്യത്തിനുള്ള വെള്ളം ചേർക്കണം. അപ്പോൾ ഞാനിപ്പോൾ 1 കപ്പ് അളവിലാണ് വെള്ളം ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ എടുക്കുന്ന ചക്കയ്ക്കനുസരിച്ച് വെള്ളത്തിൻ്റെ അളവ് വ്യത്യാസം ഉണ്ടാവും. ഇനി നമ്മളിത് അടച്ചു വെച്ച് ഒന്ന് വേവിച്ചെടുക്കാൻ പോവാണ്. ചക്ക വെന്ത് വരുമ്പോഴേക്കും നമുക്ക് ഇതിലേക്കുള്ള അരപ്പ് റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഞാനിവിടെ അരമുറി തേങ്ങ എടുത്തിട്ടുണ്ട്. ഇനി 1/4 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ ജീരകം, കാന്താരി മുളക്, അപ്പോൾ അതിന് പകരം പച്ചമുളകാണെങ്കിലും എടുക്കാം, 6 ചുവന്നുള്ളി, 6-7 വെളുത്തുള്ളി, കറിവേപ്പില, ഇത്രയും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് ചതച്ചെടുക്കുക. അപ്പോൾ ഒരുപാട് അങ്ങ് അരച്ചെടുക്കേണ്ട, ജസ്റ്റ് ഒന്ന് ചതച്ചെടുത്താൽ മതിയാകും. ഇപ്പം നമ്മുടെ ചക്ക ഏകദേശം പകുതിയോളം വേവായിട്ടുണ്ട്. അപ്പോൾ ഇതിനി ഒന്ന് കുടഞ്ഞിട്ട് കൊടുക്കണം. നമ്മൾ തവി കൊണ്ടൊക്കെ ഇളക്കിയിട്ടുണ്ടെങ്കിൽ ഒരുപാട് അങ്ങ് കുഴഞ്ഞു പോകും. അപ്പോൾ ഇതുപോലെ ഒന്ന് കുടഞ്ഞിട്ട് കൊടുത്താൽ മതിയാകും. മുകളിൽ കിടക്കുന്ന ചക്കയൊക്കെ ഒന്ന് അടിഭാഗത്തേക്ക് ആകുന്ന വിധത്തിലൊന്ന് ആക്കി കൊടുക്കുക. അപ്പോൾ ഇതിപ്പോൾ പെട്ടെന്ന് വെന്ത് കിട്ടുന്ന ചക്ക ആയതുകൊണ്ട് ഞാനിപ്പോൾ തന്നെ ഇതിലേക്ക് തന്നെ അരപ്പും കൂടി ചേർത്ത് കൊടുക്കുകയാണ്. ഇനി അധികം വേവുള്ള ചക്കയാണെങ്കിൽ കുറച്ച് സമയം കൂടി ഒന്ന് വേവിച്ചിട്ട് അരപ്പ് ചേർത്ത് കൊടുത്താൽ മതിയാകും. ഇതിലേക്ക് തന്നെ ഞാനിപ്പോൾ ഒരു 2 ടീസ്പൂൺ അളവിൽ വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഒന്നും കൂടി ഒന്ന് അടച്ചു വെച്ച് ആവി കയറ്റിയെടുക്കാം. ഇപ്പോൾ നമ്മുടെ ചക്കപ്പുഴുക്കൊക്കെ വെന്തിട്ടുണ്ട്. നന്നായിട്ട് ആവിയൊക്കെ വന്നിരിക്കുകയാണ്. അപ്പോൾ നമുക്കിത് ഒന്ന് ഇളക്കി കൊടുക്കണം. അപ്പോൾ ഞാൻ ഇതുപോലെ ഒരു തവി എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ മറുഭാഗം കൊണ്ടാണ് ഇളക്കിയെടുക്കുന്നത്. എങ്കിലേ അതിൻ്റെ അരപ്പൊക്കെ എല്ലാ ഭാഗത്തും നന്നായിട്ട് എത്തുള്ളൂ. അപ്പോൾ നന്നായിട്ട് കുഴഞ്ഞ് കിട്ടണം എന്നുള്ളവർക്ക് നല്ല രീതിയിൽ തന്നെ ഇളക്കി കൊടുക്കുക. ചിലർക്കൊന്നും ഒത്തിരി കുഴഞ്ഞിരിക്കുന്നത് ഇഷ്ടമില്ല. അപ്പോൾ അങ്ങനെയുള്ളവർ ജസ്റ്റ് ഒന്ന് ഇളക്കിയെടുത്താൽ മതിയാകും. അപ്പോൾ ഞാനിപ്പോൾ ഇത് നന്നായിട്ട് തന്നെ ഇളക്കിയെടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിലേക്ക് ഇനി കടുകൊക്കെ വറുത്ത് ചേർക്കണം എന്നുള്ളവർക്ക് അങ്ങനെ ചേർക്കാം. അപ്പോൾ ഞാനിതിലേക്ക് വേറൊന്നും ചേർക്കുന്നില്ല. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ ചക്കപ്പുഴുക്ക് ഇവിടെ റെഡിയാണ്. അപ്പോൾ നല്ല മീൻ കറിയുടെയൊക്കെ കൂടെ കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു പുഴുക്കാണിത്. അപ്പോൾ എല്ലാവരും ചക്കയൊക്കെ കിട്ടുമ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അതുപോലെ നമ്മുടെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് കൂടി ചെയ്യുക.